ദേ നവാലാണേ. അപ്പോൾ ഞാൻ എൻ്റെ വാഷ്റൂമിലേക്ക് ഇതേപോലെ ഒരു റാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റാക്കിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇന്നത്തെ ഐറ്റം. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി അറിയാലോ, വേസ്റ്റ് ടു വൗ കാർഡ്ബോർഡ് ക്രാഫ്റ്റ് ചലഞ്ച് ഡേ 2 ആണ്. ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടും കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഞാൻ പല എലമെൻറ്റ്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പീസിനെ ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒലിവ് ഗ്രീനിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റ് കളർ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു സെമി സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തത് ഫോം ബോർഡിലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ശരിക്കും കാർഡ്ബോർഡ് പീസൊക്കെ തന്നെ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു പീസ് ഇരുന്നത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിലിൽ ഇതേപോലെ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് ഓരോ പീസിനെയും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതും ഇഷ്ടമുള്ള കളറിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കാർഡ്ബോർഡ് ക്രാഫ്റ്റ് ചലഞ്ചിൻ്റെ ഡേ 1 വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ ലെങ്തി വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെയിം തീമിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സെമി സർക്കിൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ പേപ്പർ ട്യൂബ് 2 റെഡിയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കാണ് നമ്മൾ ഇനി ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലീഫ് എല്ലാം കുറച്ച് എംബോസ്ഡ് ആയിട്ട് നിൽക്കാനും ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഫോം ബോർഡ് തന്നെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലേലാണ് ലീഫിനെ വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ആ പെർഫ്യൂം ബോക്സിൽ നിന്ന് ഞാനൊരു സർക്കിൾ കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിച്ച് കൊടുത്ത് ലീഫിൻ്റെ സ്റ്റെമ്മിനെല്ലാം ബ്ലാക്ക് കളറും കൊടുത്ത് ഇവിടെ ചെറിയതായിട്ട് ഡോട്ട് വിട്ട് കൊടുത്തപ്പോൾ സംഭവം പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാനിത് ആ സൈഡ് വഴി ജൂട്ട് ത്രെഡും ചുറ്റി കൊടുത്ത് 2-3 ടസലും ഹാങ് ചെയ്തപ്പോൾ എൻ്റെ ബോഹോ ഇൻസ്പയർഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.